أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനെ തഖ്വ ചെയ്ത് അവന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ, വിശ്വാസിനികളിൽ, സ്വാലിഹീങ്ങളിൽ നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമുക്ക് അല്ലാഹു തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിനി സംസാരിക്കേണ്ട വിഷയം ശുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ 3 ഷർത്തുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ 4ാമത്തെ ഷർത്താണ് പറയേണ്ടത്. എന്നാൽ അതിനു മുമ്പ് മറ്റൊരു വിഷയം, സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില കാര്യങ്ങൾ. സൂറത്തു ദാരിയാത്ത് എന്നത് വിശുദ്ധ ഖുർആനിലെ 51ാമത്തെ അധ്യായമാണ്. 27ാമത്തെ ജുസ്ഇന്റെ തുടക്കം സൂറത്തു ദാരിയാത്തിലെ ഫമാ ഖത്ബുക്കും എന്ന് തുടങ്ങുന്ന ആയത്തിലാണ്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെയും പ്രത്യേകത, അതിന്റെ പ്രാധാന്യവും ആനുകാലികമായ അതിന്റെ പ്രസക്തിയും ബോധ്യമാകുന്ന പല സംഭവങ്ങൾ കൊണ്ട് മാത്രം നിറഞ്ഞതാണ് ഭൂമിയിലെ ജീവിതം എന്നതാണ്. പല മതങ്ങളിലെ പല കഥകളും പലതും കഴിഞ്ഞു പോയതാണ്. അവക്കൊന്നും പുതുകാലഘട്ടത്തിൽ പ്രത്യേകമായ പ്രസക്തിയോ പ്രാധാന്യമോ ഒന്നുമില്ലാത്ത ചില കെട്ടുകഥകൾ മാത്രമാണ് എന്നത് അവർ തന്നെ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ പരിശുദ്ധമായ ഖുർആനിന്റെ അവസ്ഥ അപ്രകാരമല്ല. ആ ഖുർആൻ പഠിക്കുന്ന, ഖുർആനിലൂടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും അത് അവനവന്റെ ജീവിതവുമായി ഖുർആനിന്റെ ബന്ധവും, ഖുർആനിലുള്ള ബന്ധവും, ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് ഖുർആനുമായുള്ള ബന്ധവും നമുക്ക് കാണാവുന്നതാണ്. സസൂക്ഷ്മം ഖുർആൻ വീക്ഷിക്കുന്ന, വായിക്കുന്ന, പഠിക്കുന്ന, അന്വേഷിക്കുന്ന ആളുകൾക്ക് അത് വ്യക്തമായി ബോധ്യപ്പെടും. സൂറത്ത് ദാരിയാത്ത് അപ്രകാരം ഒരു അധ്യായമാണ്. ദാരിയാത്ത് എന്ന് പറഞ്ഞാൽ പറപ്പിക്കുന്നവ എന്നതാണ് അതിന്റെ താല്പര്യം. പറപ്പിക്കുന്നവ എന്നാണ്, പറപ്പിച്ചു കളയുന്നവ, പാറ്റിക്കളയുന്നവ എന്നാണ് ദാരിയാത്ത് എന്ന വചനത്തിന്റെ താല്പര്യം. ഖുർആൻ അവിടെ തുടങ്ങുന്നത് വദ്ദാരിയാത്തി ദർവൻ, വദ്ദാരിയാത്തി ദർവ എന്നാണ് തുടങ്ങുന്നത്. പറപ്പിക്കുന്നവ, ഒരു പറപ്പിക്കൽ, ഒരു പാറ്റൽ, ശക്തമായ ഒരു പാറ്റൽ. ദർവൻ എന്ന് പറഞ്ഞാൽ ഒരു പറപ്പിക്കൽ, അത് ശക്തമാണ് എന്നാണ് അതിന്റെ താല്പര്യം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നത് കാറ്റുകളെ പിടിച്ചാണ് എന്ന് ഇമാം റാസിയെ പോലുള്ള പണ്ഡിതന്മാർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആദ്യം പറയുന്ന 4-5 ആയത്തുകൾ ഫൽ ഹാമിലാത്തി വിഖ്റ, എന്നിട്ട് ഭാരം വഹിക്കുന്നവയാണ്, ഭാരങ്ങൾ വഹിക്കുന്നവയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീരാവിയും മഴവെള്ളവും
വഹിച്ച് സഞ്ചരിക്കുന്ന മഴമേഘങ്ങൾ, കാർമേഘങ്ങളാണ്. ആ കാർമേഘങ്ങളെ ചലിപ്പിക്കുന്നതാണ്. ഈ കാർമേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ജില്ലയെ തന്നെ മുക്കിക്കളയാൻ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ തന്നെ മുക്കിക്കളയാൻ പര്യാപ്തമായ അത്രയും ജലം വഹിച്ചുകൊണ്ടാണ് ഓരോ കാർമേഘങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഇവിടെ പറഞ്ഞത് ഫൽഹാമിലാത്തി വിഖ്റ എന്നാണ്. ഭാരം വഹിക്കുന്നവയാണ് മേഘത്തെ. അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്, ഭാരങ്ങൾ വഹിക്കുന്നവയാണ്. നമ്മുടെ ഈ പ്രദേശത്തെ ഒരൊറ്റ മഴക്ക് അതിന് മേഘവിസ്ഫോടനം എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം സംഭവിപ്പിക്കാതെ അത് ഒരു അരിപ്പയിൽ നിന്ന് വീഴുന്ന തരത്തിൽ തുള്ളി തുള്ളിയാണ് അല്ലാഹു തആല അവന്റെ സൃഷ്ടികളിലേക്ക് ആ കാരുണ്യം, മഴയാകുന്ന കാരുണ്യം അള്ളറക്കുന്നത്. എന്നാൽ ആ മേഘത്തെ ഒറ്റയടിക്ക് പൊളിച്ചുകൊണ്ട് താഴേക്ക് വിസ്ഫോടനമായിട്ട് ഇറക്കാനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, പ്രപഞ്ച സൃഷ്ടാവ്. അത് കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാണ്. ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യവും ഉണ്ടാകണം. നാൽക്കാലികളെ പോലെ നമ്മൾ ജീവിക്കരുത്. മനുഷ്യന് നമുക്കുള്ള ഏറ്റവും സവിശേഷമായ പ്രത്യേകത എന്നുള്ളത് തിരിച്ചറിവാണ്, വിവേകമാണ്, വിജ്ഞാനമാണ്. കാര്യങ്ങൾ കണ്ടും അറിഞ്ഞും തൊട്ടും കേട്ടും മനസ്സിലാക്കാനുള്ള, പ്രതികരിക്കാനുള്ള കഴിവ് അത് മനുഷ്യനാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തും ഭൂമിയിലും ആകാശത്തും നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, നമുക്ക് അറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സഹോദരങ്ങളെ, മക്കളെ, നമുക്ക് ബോധവാന്മാരാകണം. തിന്നലും കുടിക്കലും മാത്രമാകരുത് ലക്ഷ്യം. ഇന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകത അതാണ്. തീറ്റയും കുടിയും മാത്രമാണ് ലക്ഷ്യം. മറ്റുള്ളവർ തിന്നുന്നത് കാണാൻ, തീറ്റുന്നത് കാണാൻ, ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണാൻ, അതിനൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ആളുകൾ കൂടുതൽ അതിനാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതൊരു പോത്തിനെ, എത്ര കിലോ ഉള്ള പോത്തിനെ, 200 കിലോ ഉള്ള പോത്തിനെ ഒരുത്തൻ അറുത്തിട്ട് അതിനെ കാണുന്നത് ആരാണ്? ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത്. ചുരുങ്ങിയത് ഒരു 2 ലക്ഷം രൂപ ചെലവായിട്ടുണ്ടാകും ആ ഒരു വീഡിയോ ഉണ്ടാക്കാൻ. 2 ലക്ഷം രൂപ കൊടുത്ത വീഡിയോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം അതിൽ നിന്ന് ലാഭം ഉണ്ടാവും എന്ന് നമ്മൾ ചിന്തിക്കണം. മലയാളികളായ ആളുകൾ മനസ്സിലാക്കണം. ആളുകൾ പോത്തിനറുക്കുന്നു, തിന്നുന്നു, ചോറ് തിന്നുന്നു, പോത്തുണ്ടാക്കുന്നു, പലതുണ്ടാക്കുന്നു, പലതും തിന്നുന്നത് ഇങ്ങനെ കണ്ടിട്ട് എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ധാർമ്മികത? എന്താണ് മനുഷ്യകുലത്തിന് അതിൽ നിന്ന് മറ്റൊരാൾ ഇങ്ങനെ തിന്നുന്നതോ അറുക്കുന്നതോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതോ പാകം ചെയ്യുന്നതോ ഇങ്ങനെ കൗതുകത്തോടുകൂടി കണ്ടിട്ട് മനുഷ്യന്റെ പട്ടിണി മാറും? എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരമാവോ? കാലാവസ്ഥയുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരമാവോ? മനുഷ്യന്റെ ദാരിദ്ര്യമടക്കമുള്ള, തൊഴിലടക്കമുള്ള മറ്റൊരുപാട് പ്രശ്നങ്ങളിൽ ഈ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരമാകോ? ഒരു പരിഹാരമാകൂല. വെറും വേസ്റ്റ് കാര്യങ്ങളാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ബോധമില്ലാത്ത നാൽക്കാലികളെക്കാൾ വൽഹും അവല്ല് എന്ന് ഖുർആൻ പറഞ്ഞതുപോലുള്ള ഒരു തലമുറ, എന്തിനാ ജീവിക്കുന്നതെന്ന് ബോധമില്ലാത്ത തലമുറകളെ പോലെ നമ്മൾ ആവരുത്. മറിച്ച് നമ്മുടെ ഓരോ ജീവിതത്തിനും, ഓരോ ദിവസത്തിനും, ഓരോ മണിക്കൂറിനും, ഓരോ മിനിറ്റിനും വിലയുണ്ട്, മൂല്യമുണ്ട്. ആ മൂല്യമുള്ളവരായി നമ്മൾ മനസ്സിലാക്കണം. ഈ ഹാമിലാത്തി വിഖ്റ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മഴമേഘങ്ങളെ സംബന്ധിച്ച്. അത് മഴ വിസ്ഫോടനമായിട്ട്, മേഘവിസ്ഫോടനമായിട്ട് നമ്മൾ കഴിഞ്ഞ മാസം, 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു. ഹിമാലയത്തിൽ അത് സംഭവിച്ചത് കണ്ടു. അത് സാധാരണ മഴത്തുള്ളിയായി പെയ്യേണ്ടതിന് പകരം അതങ്ങനെ പൊളിഞ്ഞ് അതിനകത്തുള്ള വെള്ളം മുഴുവൻ ഒറ്റയടിക്ക് ഒരു പ്രദേശത്തേക്ക് കുത്തിയൊഴുകി ഇറങ്ങുന്ന പ്രതിഭാസമാണ് മേഘവിസ്ഫോടനം. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയിൽ മനുഷ്യൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ, തോന്നിയവാസങ്ങൾ, ദുർവൃത്തികൾ അല്ലാഹു തആല കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാണുന്ന ഒരുവനുണ്ട്. ഈ പ്രപഞ്ചം ചലനാത്മകമാണ്, ഭൂമി ചലനാത്മകമാണ്. പ്രതികരിക്കാൻ അറിയുന്നവൻ, ശക്തമായി തടയാൻ അറിയുന്ന ഒരുത്തൻ ആകാശത്തിലുണ്ട് എന്ന്
പ്രപഞ്ച പ്രതിഭാസങ്ങൾ നമ്മളെ ഉണർത്തുന്നുണ്ട്. ആ മഴമേഘങ്ങളെയും ഇത്രയധികം ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് ടൺ വെള്ളത്തെ ജലത്തെ വഹിക്കാൻ കഴിവുണ്ട് ഈ മേഘങ്ങൾക്ക്. ആ മേഘങ്ങളെ പിടിച്ചു നിർത്താൻ കഴിവുണ്ട് ആർക്ക്? കാറ്റുകൾക്ക്. ആ കാറ്റുകളെ പറ്റിയാണ് ദാരിയാത്തിൽ അല്ലാഹു തആല പറയുന്നത്. ഫൽ ജാരിയാതി യുസ്ര എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഫൽ ജാരിയാതി സഞ്ചരിക്കുന്നവയാണ്. അതെങ്ങനെ? യുസ്ര വളരെ എളുപ്പത്തിൽ, വളരെ ലളിതമായി, എളുപ്പത്തിൽ, സുഗമമായിട്ട് വലിയൊരു വെയിറ്റ് താങ്ങിക്കൊണ്ട് പോകുന്ന ആ ഒരു പ്രയാസമൊന്നും കാറ്റിനില്ല. എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ടൺ വരുന്ന വസ്തുക്കളെ താങ്ങിയെടുക്കാൻ, താങ്ങി നിർത്താൻ കഴിയുന്ന തരത്തിലാണ് അല്ലാഹു തആല കൊടുങ്കാറ്റുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വലിയ വലിയ കെട്ടിടങ്ങളെയും വലിയ വലിയ മലകളെയും വലിയ വൃക്ഷങ്ങളെയും കടപുഴക്കി എറിയാൻ കഴിയുന്ന തരത്തിലാണ് സൃഷ്ടാവ് ചുഴലിക്കാറ്റുകളെ സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഭയപ്പെടേണ്ട ഒരു സ്ഥലത്താണ് മനുഷ്യരെ നമ്മൾ ജീവിക്കുന്നത്. അത് നമുക്കിന്നൊന്നും സംഭവിക്കുന്നില്ല, അത് മറ്റു രാജ്യങ്ങളിലല്ലേ, മറ്റു പ്രദേശങ്ങളിലല്ലേ എന്ന് ഞാൻ സമാധാനിക്കണ്ട, ഞാൻ നല്ലവനാണെന്ന് ഞാൻ ധരിക്കണ്ട. എന്റെ കുറ്റങ്ങളെ സംബന്ധിച്ച്, എന്റെ കുറവുകളെ സംബന്ധിച്ച്, എന്റെ രഹസ്യ പരസ്യ ജീവിതത്തിലെ അധാർമികതകളെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചാൽ മതി. കാരണം എന്റെ ഖബറിൽ ഞാൻ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഫൽ മുഖസ്സിമാതി അംറ, എന്നിട്ട് കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നവ തന്നെയാണ് സത്യം. വിഭജിക്കും, പലതിനെയും പലതാക്കി മാറ്റും. ഒരുമിച്ച് നിന്നവരെ ഏതൊക്കെയോ വിദൂരങ്ങളായ ദേശങ്ങളിലേക്ക് കാറ്റുകൾ എത്തിക്കും. പ്രദേശങ്ങളെയും മാമലകളെയും കാടുകളെയും അതേപോലെ തന്നെ നദികളെയും പുഴകളെയും സമുദ്രങ്ങളെയും പുലർത്താൻ കഴിവുണ്ട് കാറ്റുകൾക്ക്. വിഭജിക്കുന്നവ തന്നെയാണ് സത്യം. ഈ 4 കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നമാ തുഅദൂന ലസ്വാദിഖ്. 2 കാര്യങ്ങൾ. ഈ 4 പ്രതിഭാസങ്ങളെ മനുഷ്യർ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങൾ, പ്രപഞ്ച പ്രകൃതി പ്രതിഭാസങ്ങൾ, ആ പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആൻ 2 കാര്യങ്ങൾ പറയുന്നു. ഈ പ്രതിഭാസങ്ങളെല്ലാം കാറ്റുകളാണ്. ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് ഇന്നമാ തുഅദൂന ലസ്വാദിഖ് വ ഇന്നദ്ദീന ലവാഖി. ഈ 2 കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഖുർആൻ ഈ 4 ആയത്തുകൾ പറഞ്ഞത്. തീർച്ചയായും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം അത് സത്യമാണ്. ഇന്നമാ തുഅദൂന ലസ്വാദിഖ്, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം അത് സത്യമാണ്. സ്വർഗ്ഗനരകങ്ങൾ അത് സത്യമാണ്. മരണം സത്യമാണ്. മരണാനന്തര ജീവിതം സത്യമാണ്. ഹിസാബ് സത്യമാണ്. രക്ഷാശിക്ഷകൾ സത്യമാണ്. ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ ചെന്ന് നിന്ന് സമാധാനം പറയേണ്ടി വരുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നത് ലസ്വാദിഖ്, അത് സത്യമാണ്. ഒരുത്തനെയും അല്ലാഹു തആല വിടുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വ ഇന്നദ്ദീന ലവാഖി, തീർച്ചയായും അദ്ദീൻ, പ്രതിഫല നടപടി എന്നുള്ളത്, പ്രതിഫലം എന്നുള്ളത്, വിധി പ്രസ്താവം എന്നുള്ളത്, അല്ലാഹുവിന്റെ തീരുമാനം എന്നുള്ളത് അദ്ദീൻ വ ഇന്നദ്ദീൻ, പ്രതിഫല നടപടി ലവാഖി, അത് സംഭവിക്കാനുള്ളത് തന്നെയാണ്. സംഭവിക്കുക തന്നെ ചെയ്യും. സംഭവിക്കേണ്ടതുണ്ട് അത്. ഈ 2 കാര്യങ്ങൾ അല്ലാഹു തആല ഈ 4 ആയത്തുകളെ, 4 പ്രതിഭാസങ്ങളെ പിടിച്ചുകൊണ്ട് ഖുർആൻ പറയുന്ന 2 കാര്യങ്ങൾ അതാണ്. മനുഷ്യരെ, നിങ്ങളോട് വാഗ്ദത്തം പ്രവാചകന്മാര് പറഞ്ഞതുണ്ടല്ലോ, അത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ കുറച്ച് നന്നായിട്ടൊന്ന് ജീവിക്ക് അതിനുവേണ്ടി പറഞ്ഞതെന്ന സത്യമാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായാൽ മതി. മനുഷ്യ ജിന്ന് സമൂഹമേ, നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും നിങ്ങൾക്ക് ഈ ആകാശത്തിന്റെ പരിധി വിട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദു. ആകാശഭൂമികളുടെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. കഴിയില്ല, ഒരു അമേരിക്കക്കും കഴിയില്ല,
ഒരു പ്രസിഡന്റിനും കഴിയില്ല, ഒരു ചക്രവർത്തിക്കും കഴിയില്ല, ഒരു രാജാവിനും കഴിയില്ല എന്ന് പരിശുദ്ധമായ ലാ തഖ്ഫുദൂന ഇല്ലാ ബിസുൽത്താൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഖുർആൻ എന്നുള്ളത് മറ്റുള്ളവരെ പോലെ ഒരു ഉപദേശിയുടെ വചനങ്ങളൊന്നല്ല. ഉപദേശിയുടെ വചനങ്ങൾ നമുക്കറിയാം, വളരെ സ്നേഹത്തോടെ, വളരെ മയത്തോടെ, നയത്തോടെ, ഇഷ്ടത്തോടെ, താഴ്ന്നുകൊണ്ട്, വിനയപ്പെട്ട് പറയും. പ്രവാചകന്റെ വാക്കുകൾ പലതും അങ്ങനെയാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്. അല്ലാഹു തആല പ്രപഞ്ചത്തിന്റെ അധികാരിയാണ്. മനുഷ്യരോട്, സൃഷ്ടികളോട് സ്നേഹമുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്, വിട്ടുവീഴ്ച ഉള്ളവനാണ്, ദയവുള്ളവനാണ്, വാത്സല്യമുള്ളവനാണ്. അതോടൊപ്പം തന്നെ ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, നിന്റെ റബ്ബിന്റെ പിടുത്തമുണ്ടല്ലോ അത് ലശദീദ്, അത് കഠിനം തന്നെയായിരിക്കും. 1,00,000-ലധികം ആളുകൾ ഇന്നലെ മിനിയാന്ന് അമേരിക്കയിൽ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന പ്രമുഖ സിനിമാ നടന്മാർ താമസിക്കുന്ന ഇടം, ഹോളിവുഡ് നടന്മാര് താമസിക്കുന്ന, വലിയ സംവിധായകന്മാർ താമസിക്കുന്ന, കോടീശ്വരന്മാർ താമസിക്കുന്ന ഇടത്തിൽ നിന്ന് 1,00,000 ആളുകൾ അവരുടെ വീടുകളിൽ നിന്ന് ആ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയോടി. എവിടെയാണ്? കേരളത്തിലല്ല, ഏതെങ്കിലും ദരിദ്ര രാജ്യത്തിലല്ല, ഏതെങ്കിലും ആഫ്രിക്കയുടെ മരാന്തരങ്ങളിലല്ല, മറിച്ച് അമേരിക്കയിൽ. ഇന്ന അദാബ റബ്ബിക ലവാഖി, അത് കൃത്യമായി അല്ലാഹു തആല അങ്ങനെ ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും അല്ലാഹു തആല തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. മനുഷ്യ, നിന്നെ ചോദ്യം ചെയ്യുന്ന ഒരാൾ, ഒരു ശക്തി മുകളിലുണ്ട്. നീ ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾക്കും പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾക്കും നീ അതീതനല്ല. അവയിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ അടുത്ത് എത്ര കോടികൾ ഉണ്ടെങ്കിലും, എത്രമാത്രം ആയുധ കോപ്പുകൾ ഉണ്ടെങ്കിലും, എത്ര പാവങ്ങളുടെ നെഞ്ചത്തേക്ക് കയറാൻ, പാവങ്ങളെ ആട്ടി പുറത്താക്കാൻ, അവരുടെ മേൽക്ക് തീവർഷം, ബോംബ് വർഷം, ആയുധ വർഷം, റോക്കറ്റുകൾ കൊണ്ട്, മിസൈലുകൾ കൊണ്ട് തൊടുത്തിടാൻ നിനക്ക് കഴിവുണ്ടെങ്കിലും നിന്റെ വീടുകളും നിന്റെ നാടുകളും അത് സുരക്ഷിതമല്ല. അത് സുരക്ഷിതമല്ല. ഇന്ന് കാലത്ത് ഞാൻ കേട്ട വാർത്തയാണ്, ഏഷ്യാനെറ്റ് കേട്ട വാർത്തയാണ്, അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് അവരോടൊരു ദേഷ്യം ഉണ്ടായിട്ടില്ല. നാളെ നമ്മളായിരിക്കാം. അള്ളാഹുവിന്റെ തീരുമാനമാണ്, പ്രപഞ്ച സൃഷ്ടാവിന്റെ തീരുമാനമാണ്. നമ്മളിലേക്ക്, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക്, നമ്മുടെ ദുഷ്കർമ്മങ്ങളിലേക്ക്, നമ്മുടെ ഉത്തരവാദിത്യ ശൂന്യതകളിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ മതി. പക്ഷേ ഇന്ന ബത്ഷ റബ്ബിക ലശദീദ് എന്നത് അത് വ്യക്തമായി സത്യമാണ് എന്ന് പറയുന്ന തരത്തിൽ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നു. നരകത്തിൽ പെട്ടതുപോലെ തോന്നി എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കിട്ടാവുന്ന ഡ്രോൺ ക്യാമറകളും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ കണ്ട കാഴ്ച നരകത്തിലേക്ക് നോക്കുന്നത് പോലെ, നരകം പോലെ തോന്നി എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് കേരളത്തിലെ ഏഷ്യാനെറ്റിൽ ഇന്ന് കാലത്ത് വന്ന വാർത്ത കണ്ടിട്ടാണ് ഞാൻ എന്റെ സഹോദരങ്ങളെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, നിന്റെ റബ്ബിന്റെ പിടുത്തം എന്നുള്ളത് അതിശക്തമാണ്. ഒരാൾക്കും അതിൽ നിന്ന് ഒരു ശക്തിക്കും രക്ഷപ്പെടാൻ ഇന്നും സാധിക്കുകയില്ല. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ ഈ കാലഘട്ടത്തിൽ ഇന്നും സാധിക്കുകയില്ല. ജനങ്ങളോട് ചെയ്യുന്നത്, പാവങ്ങളോട് ചെയ്യുന്നത്, ആരുമില്ലാത്തവരോട് ചെയ്യുന്നത്, ലോകത്തോട് ചെയ്യുന്നത്, മനുഷ്യരോട് ചെയ്യുന്നത് കാണുന്ന ഒരുവൻ മുകളിൽ തന്നെയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് സഹോദരങ്ങളെ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവ വികാസം. എന്താ പറഞ്ഞത്? നമ്മുടെ ഈ തീറ്റക്കാരും ഈ അങ്ങനെയുള്ള കാര്യത്തിന്റെ പിന്നാലെ പോയി ജീവിതം, ആയുസ്, അല്ല തന്ന ജീവിതം, അല്ല തന്ന സമയം അത് നഷ്ടപ്പെടുത്തുന്നതിന് പകരം ഈ ലോകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രമാത്രം സുരക്ഷിതമല്ലാത്ത ഏത് നിമിഷവും അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ആകാശത്തിലുള്ളവനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ മനുഷ്യന്മാരെ? കരഞ്ഞുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട് ഓടി ഒരു മനുഷ്യൻ. അയാളുടെ പേര് എന്താണെന്ന് പറയുന്നുണ്ട്.
അയാള് വലിയൊരു ഹോളിവുഡിന്റെ ഒരു വലിയൊരു നടനാണ്. ആ നടൻ അയാള് ഫലസ്തീനിലുള്ള പാവങ്ങളെ സംബന്ധിച്ച് ഇയാൾ പറഞ്ഞത് എന്താണെന്ന് അറിയാം. അയാളുടെ പേര് ജെയിംസ് വുഡ്സ് എന്നാണ്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ഗസയിലെ കുഞ്ഞുങ്ങളെ, ഗസയിലെ മനുഷ്യരെ മുഴുവൻ ചുട്ടുകൊല്ലണം, അവരൊന്നും ജീവിക്കാൻ അർഹതയില്ലാത്ത ആളുകളാണവർ, മനുഷ്യരാണവർ എന്ന് പറഞ്ഞ ആളാണ് ഈ പറഞ്ഞ അമേരിക്കയിലെ ഒരു വലിയ സിനിമ ഡയറക്ടറായ ഈ പറയുന്ന ജെയിംസ് വുഡ്. അയാള് ഇന്ന് കരയുക. എന്റെ കയ്യിലുണ്ട് അയാളുടെ ഫോട്ടോ. അയാൾ ഇന്ന് കരയുകയാണ്. അയാളുടെ ആ ആള് താമസിച്ചിരുന്ന അത്യാഡംബര പൂർണമായ വീട് പൂർണ്ണമായും അഗ്നിക്കിരയായി കത്തി നശിച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ വെറുതെ ഉണ്ടായ സംഭവങ്ങളാണോ? ഇതൊക്കെ വെറുതെ ഉണ്ടായ സംഭവങ്ങളാണോ? ഒരിക്കലുമല്ല. വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് മനുഷ്യന്റെ രക്ഷയെ കുറിച്ചാണ്. മനുഷ്യന് രക്ഷപ്പെടേണ്ട മാർഗം അതേതോ ഒരു നമ്മളുമായി ബന്ധമില്ലാത്ത എന്തോ കാര്യം പറയാൻ വേണ്ടി വന്നതല്ല പ്രവാചകന്മാർ, വന്നതല്ല ഇസ്ലാം ദീൻ, വന്നതല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്ത് ഇനി ആ ആയത്ത്, 6 ആയത്ത് കഴിഞ്ഞു. ആറ് ആയത്തുകൾക്ക് ശേഷം 31-ാമത്തെ ആയത്ത് മുതലുള്ള ചില വർത്തമാനങ്ങൾ കൂടി നമ്മൾ കേൾക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അതിഥികളായി ചില മലക്കുകൾ വന്നു. ആ മലക്കുകളോട് അവർ ചോദിക്കുകയാണ്, അല്ലയോ മുർസലീങ്ങളെ, എന്താണ് നിങ്ങളുടെ വിഷയം? എന്തിനാണ് നിങ്ങൾ വന്നത്? ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നത് മുജ്രിമീങ്ങളായ ദുഷ്ടന്മാരായ ചില ആളുകളിലേക്ക്, ചില മനുഷ്യരിലേക്ക് അയക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഉണ്ട്, ആളുണ്ട്, ചോദിക്കാൻ ആളുണ്ട്. ആരുല്ലാന്ന് ഒരാളും വിചാരിക്കേണ്ട, ചോദിക്കാൻ ആളുണ്ട്. ദുഷ്ടന്മാരോട് ചോദിക്കാൻ ആളുണ്ട്. എത്ര വലിയ ആയുധ കൂമ്പാരത്തിന്റെ മുകളിലാണ് അവർ അന്തിയുറങ്ങുന്നതെങ്കിലും, എത്രമാത്രം സെറ്റ് കാറ്റഗറിയുള്ള VIP സുരക്ഷിതത്വത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിലും, പിടിക്കാൻ കഴിവുള്ളവൻ ഈ പ്രപഞ്ചത്തിലുണ്ട്. എന്താ മനുഷ്യന്മാരെ ബോധമില്ലാത്തത്? എന്താ മനുഷ്യന്മാരെ ചിന്തിക്കാത്തത്? ലിനുർസില അലൈഹിം ഹിജാറതൻ മിൻ ത്വീൻ, കളിമൺ കട്ടകൾ, കളിമൺ കല്ലുകൾ കൊണ്ട് എറിയുന്നതിന് വേണ്ടി ഞങ്ങൾ അയച്ചതാണ്. മുസവ്വമതൻ ഇൻദ റബ്ബിക ലിൽ മുസ്രിഫീൻ, അതിരുവിട്ട ആളുകൾ ചില തെറ്റുകൾ അല്ലാഹു പൊറുക്കും, കുറച്ചൊക്കെ അല്ലാഹു ക്ഷമിക്കും. എന്റെ സൃഷ്ടികളല്ലേ, പാവങ്ങളല്ലേ, മനുഷ്യരല്ലേ, കീടങ്ങളല്ലേ, പുഴുക്കളല്ലേ, ദുർബലരല്ലേ, നന്നായേക്കാം, നന്നാകട്ടെ. പല അവസരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. പക്ഷേ അതിരുവിട്ടാൽ, തെറ്റുകൾ ചെയ്യുന്ന തോന്നിയവാസങ്ങൾ, ദുർവൃത്തികൾക്ക് അതിരുവിട്ടാൽ അല്ലാഹു പിടിക്കും. മുസവ്വമതൻ ഇൻദ റബ്ബിക ലിൽ മുസ്രിഫീൻ, അതിര് കവിഞ്ഞ ആളുകൾക്ക് വേണ്ടി നിന്റെ റബ്ബിന്റെ അടുക്കൽ സീൽ ചെയ്യപ്പെട്ട ചില കല്ലുകൾ, മുസവ്വമതൻ, റബ്ബിന്റെ അടുക്കൽ അടയാളപ്പെടുത്തപ്പെട്ട ചില കല്ലുകൾ അതുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റിയാണ് ഈ പറയുന്നത്. ഫഅഖ്റജനാ മൻ കാന ഫീഹാ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി പ്രവാചകന്മാരെ അല്ലാഹു രക്ഷപ്പെടുത്തും. ഫമാ വജദ്നാ ഫീഹാ ഗൈറ ബൈതിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട അഥവാ എനിക്ക് കീഴ്പ്പെട്ടവരിൽപ്പെട്ട, അനുസരിക്കുന്നവരിൽപ്പെട്ട ഒരൊറ്റ വീടല്ലാതെ ആ പ്രദേശത്ത് കണ്ടില്ല. എന്റെ വീട് അതാണോ എന്ന് ഞാൻ ചിന്തിച്ചാൽ മതി. നാട്ടുകാരെ നന്നാവാത്തതിൽ ഞാൻ വിഷമിക്കേണ്ടതില്ല, നാട്ടുകാരെ നമസ്കരിക്കാത്തതിൽ ഞാൻ വിഷമിക്കേണ്ടതില്ല. ജനങ്ങൾ അധാർമികരായി ജീവിക്കുന്നു, ഖുർആനിലേക്ക് വരുന്നില്ല, പ്രവാചകന്റെ ചര്യകളിലേക്ക് അവർ വരുന്നില്ല, പള്ളികളിലേക്ക് അവർ വരുന്നില്ല, അവർ കരയുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, അല്ലാഹുവിന്റെ സുജൂദിലായി അവർ വീഴുന്നില്ല, വിനയാന്വിതരായി അവർ നടക്കുന്നില്ല, ദീനനുസരിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങൾ നടത്തപ്പെടുന്നില്ല. വിവാഹങ്ങൾ തോന്നിയവാസങ്ങളായി മാറി, ദുർവൃത്തികളായി മാറി, ആഭാസങ്ങളായി, വിവാഹ മാമാങ്കങ്ങളായി മാറുന്ന അവസ്ഥയൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല. അവനവനെ പറ്റി ചിന്തിക്കാം, അവനവനെ പറ്റി ആലോചിക്കാം. ഞാൻ എന്റെ കുടുംബത്തെ പറ്റി ആലോചിക്ക. ഞാൻ നല്ലവനാണോ? എന്റെ മക്കള്, എന്റെ കുടുംബം, നാളെയുള്ള നരകത്തിൽ നിന്ന് നീ നിന്നെയും നിന്റെ മക്കളെയും നിന്റെ കുടുംബത്തെയും അല്ലാഹു പ്രത്യേകം ചോദിക്കുന്നത് അവരെ പറ്റിയാണ്. നമുക്ക് ലോകത്തെ പറ്റിയാണ് ചിന്ത.
നമ്മൾ മുസ്ലിമാണോ? നമ്മൾ ഈ പ്രപഞ്ച സൃഷ്ടാവിന് കീഴ്പ്പെട്ടവനാണോ? നമ്മൾ ആലോചിക്കുക. അവിടെ ചില ദൃഷ്ടാന്തങ്ങൾ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് വാർത്ത പോയി കാണണം. ഗസയൊന്നും ഒന്നല്ല, ഇസ്രായേലിൽ എത്രയോ 10,000-കണക്കിന് ബോംബിട്ട് തകർത്ത ഗസയൊന്നും, ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കി തകർത്ത ഗസയൊന്നും ഇന്ന് ലോസ് ആഞ്ചലസിന്റെ ചിത്രങ്ങൾ കണ്ടാൽ ഗസയൊന്നും ഒന്നല്ല. സകലതും തകർത്ത് തരിപ്പണമാക്കി ആ കാട്ടുതീ എന്നാണ് വാർത്തകൾ പറയുന്നത്, മീഡിയകൾ പറയുന്നത്. ഒരിക്കലും അവിടേക്ക് ഇനി മടങ്ങാൻ ഒരു മടക്കം ഇല്ല എന്നാണ് പറയുന്നത്. 10,000-കണക്കിന് ഏക്കറുകൾ നശിപ്പിച്ചു തകർത്തു കളഞ്ഞു. ആയിരക്കണക്കിന് ഭവനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് പറയുന്നത്. പടച്ചോൻ രക്ഷിക്കട്ടെ, എല്ലാവരെയും അല്ലാഹു രക്ഷിക്കട്ടെ, എല്ലാവരെയും അല്ലാഹു. നമുക്കൊരു എന്തില്ല, ഒന്നുമില്ല നമുക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നു, റബ്ബേ ഈ ലോകത്തിന് കണ്ണു തുറക്കാൻ ആവശ്യമായ സമാധാനവും സുരക്ഷിതത്വവും റബ്ബേ എല്ലാവർക്കും കൊടുക്കും റബ്ബേ. എല്ലാവരെയും നല്ല മനുഷ്യരാക്കുന്നതിനുള്ള അവസ്ഥാന്തരങ്ങൾ നീ സൃഷ്ടിക്കണേ റബ്ബേ. ദൃഷ്ടാന്തങ്ങൾ നീ കാണിച്ചു കൊടുത്ത് ശാന്തമായ സുന്ദരമായ സമാധാനമുള്ള, എല്ലാവർക്കും സമാധാനമുള്ള, എല്ലാവർക്കും അവനവന്റെ വീടുകളിൽ കഴിയാൻ സാധിക്കുന്ന തരത്തിൽ, അവനവന്റെ മതമനുസരിച്ച്, അവനവന്റെ നിലപാടനുസരിച്ച്, അവനവന്റെ കുടുംബം നോക്കി, അവനവന്റെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന, ആരെയും അടിച്ചമർത്താത്ത എല്ലാ രാജ്യക്കാർക്കും എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥ അല്ലാഹുവേ നീ ഉണ്ടാക്കണേ റബ്ബേ എന്ന് മാത്രം നമ്മുടെ പ്രാർത്ഥന. നമ്മൾ സന്തോഷിക്കുന്നില്ല, സന്തോഷിക്കാൻ കഴിയില്ല. കാരണം അത്ര ഭീകരമാണ് അവിടെ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ, അത്രമാത്രം ഭീകരമാണ്. സന്തോഷിക്കാൻ കഴിയില്ല. കാരണന്മാര് പറയാറുണ്ട് കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന്. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ അതൊന്നും പറയുന്നില്ല. നമ്മളെ കുറിച്ച് ആലോചിക്കുക, ലോകം ആലോചിക്കുക, ലോക ഭരണാധികാരികൾ ആലോചിക്കുക. ഇനി ഇത് കഴിഞ്ഞാൽ ഇതിലും വലിയ ബോംബിങ്ങുമായി പാവങ്ങളുടെ മെക്കിട്ട് കയറാതിരിക്കുക. പാവങ്ങളുടെ രാജ്യങ്ങൾ, പാവപ്പെട്ട ദരിദ്രരായ, ആരൂരുമില്ലാത്ത, ചോദിക്കാൻ ആരൂരുമില്ലാത്ത കുഞ്ഞുങ്ങളെ മിസൈലിട്ട് ബോംബിട്ട് കൊല്ലാതിരിക്കുക. ഇതേ ലോക ഭരണാധികാരികളോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളൂ. വളരെ വളരെ നേർമയോടുകൂടിയാണ് മനുഷ്യരായ നമ്മൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ രാജാധികാരിയായ രാജാതിരാജനായ അല്ലാഹ് പടച്ചറപ്പ്, അവന്റെ പിടുത്തം ഇങ്ങനെ നയിക്കൂല. അവന്റെ തീരുമാനം നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇങ്ങനെ തന്നെ. നമ്മൾ വിചാരിക്കുന്നത് രാജ്യങ്ങളുടെ കാര്യമല്ലേ, എന്നെ വിട്ടേക്കരാണ്, നമ്മൾ വിചാരിക്കേണ്ടതില്ല. പള്ളിയാണ് സഹോദരങ്ങളെ അഭയം, പള്ളിയാണ് അഭയം. ഇന്ന് നമ്മൾ വരാൻ വൈകുന്ന, നമ്മൾ വരാൻ താല്പര്യമില്ലാത്ത, മാറ്റിക്കിട്ടിരിക്കുന്ന പള്ളിയുണ്ടല്ലോ, അത് തന്നെയാണ് മനുഷ്യന്മാരെ ബുദ്ധിയുള്ളവരെ അഭയം. ആ പള്ളിയിലേക്ക് പോയിക്കൊള്ളുക. മൂസാ നബിയുടെ ചരിത്രം അവിടെ പറയുന്നു. അവനവന്റെ അധികാര കിറുമ്പ് കൊണ്ട് അവൻ മാറിക്കളഞ്ഞു. സാഹിറുൻ മജ്നൂൻ, മൂസാ നബിയെ പറ്റി പറഞ്ഞത് സാഹിർ, മജ്നൂൻ, ഭ്രാന്തൻ, സിഹർ ചെയ്യുന്നൊരുത്തൻ. ഫഅഖദ്നാഹു വജുനൂദഹു ഫനബദ്നാഹും ഫിൽ യമ്മി വഹുവ മുലീം. ഞാൻ അവനെയും പിടിച്ചു, അവന്റെ സൈന്യത്തെയും പിടിച്ചു. ഫനബദ്നാഹും ഫിൽ യമ്മി, സമുദ്രത്തിൽ അവനെ മുക്കിക്കളഞ്ഞു. വഹുവ മുലീം, അവൻ ആക്ഷേപാർഹനാണവൻ. ഇത് അല്ലാഹുവിന്റെ വാക്കുകളാണ്. വഫി ആദിൻ, ഇനി നിങ്ങൾ കേട്ടോ സൂറത്ത് ദാരിയാത്തിലെ 41 മുതലുള്ള ആയത്തുകൾ നിങ്ങൾ കേട്ടോ. വഫി ആദിൻ, ആദ് സമൂഹത്തിലേക്ക് അയച്ചു. അതിശക്തന്മാരായ ആളുകളാണ് ആദ്. ഇദ് അർസൽനാ അലൈഹിം റീഹൽ അഖീം, റീഹൽ അഖീം, റീഹൽ അഖീമിനെ അങ്ങോട്ട് അയച്ചു. റീഹൽ അഖീം എന്ന് പറഞ്ഞാൽ വന്ധ്യയായ കാറ്റ് എന്ന് മലയാളത്തിൽ പറയാം. പരുക്കൻ കാറ്റ്, പരുക്കൻ കാറ്റ്. ആ കാറ്റിനകത്ത്, ആ കാറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു വസ്തുവിനെയും അത് വിട്ടുകളയുന്നില്ല. ആ കാറ്റ് എവിടെയെത്തിയോ ഇല്ല ജഅലത്ഹു കറമീം, അതിനെ തുരുമ്പാക്കി കളഞ്ഞു.
ആ കാറ്റ് റഖീം എന്ന് പറയുന്ന അഖീം എന്ന് പറയുന്ന റീഹൽ അഖീം എന്ന് പറയുന്ന കാറ്റ് അത് എവിടെ എത്തിയോ ആ സാധനത്തെ ആ കാറ്റ് തുരുമ്പാക്കി കളഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇന്ന് വന്ന കാറ്റ്, ലോസ് ആഞ്ചലസ് വന്ന കാറ്റിന് പേരുണ്ട്. ആ കാറ്റിന്റെ പേര് ഡെവിൽ വൈറ്റ് എന്നാണ്. ആ കാറ്റിന് അവരിട്ടിരിക്കുന്ന പേര് ഡെവിൽ വൈറ്റ് എന്നാണ്. ചെകുത്താൻ കാറ്റ് എന്നാണ് ആ കാറ്റിലിട്ടിരിക്കുന്ന പേര്. ആ കാറ്റിന്റെ പ്രത്യേകത ഇന്ന് ഞാൻ നോക്കി പരിശോധിച്ച്, ആ കാറ്റിൽ ജലം ഉണ്ടാവൂല. സാധാരണ നമ്മൾ ഇവിടെ വരുന്ന കാറ്റുകൾ ജലാംശങ്ങൾ ഉണ്ടാകും, പക്ഷെ ഈ വരണ്ട കാറ്റിൽ ജലം ഉണ്ടാവുകയില്ല, ജലാംശം ഉണ്ടാവുകയില്ല. മറിച്ച് അതിലെന്തുണ്ടാകും? സൂറത്തുൽ ബഖറയിലെ 266 ആയത്ത് നിങ്ങൾ പരിശോധിക്കണം സഹോദരങ്ങളെ. ഈ ഖുർആൻ നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയാണ് ഈ ഖുർആൻ. ആ ആയത്തിൽ അല്ലാഹു പറഞ്ഞു ഒരു തോട്ടത്തെ ബാധിച്ച ഒരു കാറ്റിനെ പറ്റി പറഞ്ഞു. ആ ബാധിച്ചിട്ട് ആ കാറ്റിനകത്ത് എന്തുണ്ട്? തീയുണ്ട് കാറ്റിൽ. തീ കാറ്റാണ് അല്ലാഹു തആല അയച്ചത്. അത് എവിടെ വന്നെത്തുന്നുവോ അതിനെ തുരുമ്പാക്കി കളയുന്ന കാറ്റ് തന്നെയാണ് ഇന്ന് അവിടുത്തെയും പ്രശ്നം. ഒരു നിലക്കുമില്ലാത്ത കൊടുങ്കാറ്റാണ് അവിടെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആരോരുമില്ലാത്ത, ആരും ചെയ്യാത്തൊരു പ്രഹേളികയാണിത് ഈ ഭൂമിയിൽ നടക്കുന്നത് എന്ന് നമ്മൾ ആരും ചിന്തിക്കണ്ട. വിവരം കെട്ടവനാ അങ്ങനെ പറയുന്നു. ഈ പ്രപഞ്ചത്തിനൊരു നാഥനില്ല. തോന്നിയ പോലെ നിങ്ങൾ ജീവിച്ചോ എന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ചോ എന്ന് പറയുന്നവൻ വിവരം കെട്ട മരമണ്ടനാ. ഇപ്പൊ ഇത്രയും വലിയ മീശം, വലിയ പുൽകാൻ, താടി, ബുദ്ധിജീവിന്റെ ലുക്കൊക്കെ ഉണ്ടാകും. മണ്ടനാണവൻ. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട്, നാഥനുണ്ട്, റബ്ബുണ്ട്, തീരുമാനിക്കുന്നവനുണ്ട്, രക്ഷകനുണ്ട്, ശിക്ഷിക്കുവാനും അവന് കഴിവുള്ളവനാണ്. എല്ലാം ഈ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പഠിപ്പിച്ചു. എല്ലാം ഇന്ന് നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ വീട്ടിൽ ഭദ്രമായി. കഴിഞ്ഞ കൊല്ലം റമദാനിൽ എടുത്തല്ലേ ഖുർആൻ അല്ലേ? നിങ്ങൾ ആലോചിക്കണം. കഴിഞ്ഞ കൊല്ലം റമദാനിൽ എടുത്ത കൈ കൊണ്ട് തൊട്ടതല്ലേ ഖുർആൻ? ആ ഖുർആനിലുണ്ട് നമ്മുടെ ജീവിതം ഒരു കരക്കടുക്കാൻ, ജീവിതം, ലോകത്തിന്റെ ജീവിതം കരക്കടുക്കാൻ, സമാധാനം ലഭിക്കാൻ, രക്ഷ ലഭിക്കാൻ ആ സൃഷ്ടാവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജനങ്ങളെ സമാധാനത്തോടെ ജീവിച്ച് അവനവന്റെ ആത്മാഭിമാനത്തോടു കൂടി ജീവിച്ചാൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ ആ വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനമുള്ള, ശാന്തിയുള്ള, രക്ഷയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്തിനും ലോകത്തിലെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.